ഇന്ന് ആശമാരുടെ നിലവിളി മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ചെങ്കിലും തലസ്ഥാനത്തെ അധികാര കേന്ദ്രങ്ങൾ അതറിഞ്ഞ മട്ടില്ല. അവരെ ഒന്ന് കാണാനും അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാനും സർക്കാരിന് ഉറപ്പായും ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടരുത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരം, ഈ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കാം എന്നുള്ള അറിയിപ്പിന് പിന്നാലെ സമരക്കാർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കാം എന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായ സമീപനം സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തലസ്ഥാനത്ത് കണ്ട കാഴ്ചകളിലേക്ക്, ക്ലിഫ് ഹൗസിന് മുമ്പിൽ കണ്ട സമര പരമ്പരയിലേക്ക്, റിപ്പോർട്ടിലേക്ക്. റോമാനഗരം കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ ആകരുത് അധികാരസ്ഥാനത്തുള്ളവർ. അധികാരത്തിന്റെ ഹുങ്കിൽ അന്ധകാരം ബാധിച്ചവരുമാകരുത്. തലസ്ഥാനം ഇന്ന് കണ്ട ആശാവർക്കർമാരുടെ സമരം കേരള ജനതയോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത് അനുകമ്പയല്ല, അർഹിക്കുന്ന വേതനമാണ്. അതിനായി അവർ സമരം തുടങ്ങിയിട്ട് 8 മാസം പിന്നിട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് 8 മാസം മുൻപ് അവരെത്തിയത് അവരുടെ തന്നെ ഇച്ഛാശക്തിയിലാണ്. ആദ്യം അവർക്കൊപ്പം അവരല്ലാതെ മറ്റാരുമില്ലായിരുന്നു. സമരം ശക്തമായതോടെ പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളെത്തി. സമരാവേശം തലസ്ഥാനം കടന്ന് ജില്ലകളിലേക്ക് വ്യാപിക്കുകയും സമരത്തിന് പിന്തുണ ഏറുകയും ചെയ്തപ്പോൾ സർക്കാർ കൺകെട്ട് വിദ്യയുമായി രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഞാൻ നടത്തിയ 3 മീറ്റിങ്ങിലും അതോടൊപ്പം സ്റ്റേറ്റ് മിഷൻ നടത്തിയ 2 മീറ്റിങ്ങിലും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണല്ലോ, അതുമായി മുന്നോട്ട് പോകും. ഒരു IAS ഓഫീസറായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. IAS ഓഫീസർ ചെയർ ചെയ്യുന്ന കമ്മിറ്റി ആയിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തൊഴിൽ വകുപ്പും ഒക്കെ പ്രതിനിധികൾ അതിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, ആരോഗ്യവകുപ്പിന് പുറമെ. വനിതാ ശിശുവികസന ഡയറക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് നൽകിയിട്ട് നാളേറെയായെങ്കിലും ശുപാർശകളൊന്നും നടപ്പായില്ല. സേവന കാലാവധി കണക്കാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കം 22 ശുപാർശകൾ സമിതി നൽകിയിരുന്നു. എന്ന് നടപ്പാക്കും, ഏതെല്ലാം നടപ്പാക്കും, ഇതിനൊന്നിനും സർക്കാരിന് മറുപടിയില്ല. സമരം തുടരും. മുഖ്യമന്ത്രിയുടെ അത്താഴവിരുന്നും അദ്ദേഹത്തിന്റെ പള്ളിയുറക്കവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുമെല്ലാം ഞങ്ങൾ ഇവിടെ ഇരിക്കും. ആ സമയത്ത് മുഖ്യമന്ത്രി കാണണം. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. ഇല്ല, പിരിഞ്ഞു പോവില്ല. ഇതിന് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തത്? ഞങ്ങൾ 8 മാസമായി സമാധാനത്തിന്റെ പാതയിലായിരുന്നു. ഇനി ഞങ്ങൾ പോയില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ പോയില്ല. ശുപാർശകൾ ധനവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാന ഡയറക്ടറുടെയും പരിഗണനയിൽ എന്ന് സർക്കാർ പറയുന്നു. ഓണറേറിയം വർധനവിനുള്ള ശുപാർശ നാമമാത്രമായിട്ട് പോലും സർക്കാർ അനങ്ങുന്നില്ല എന്നതാണ് വസ്തുത. 10 വർഷം പൂർത്തിയായവർക്ക് 1500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയും മാത്രമാണ് ശുപാർശ. സമരസമിതി നേരത്തെ നിരാകരിച്ചതാണ് ഈ നിസാര വർധന. എങ്കിലും അത് നടപ്പാക്കാനും ജനക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന സർക്കാരിന് ഒരു താത്പര്യവുമില്ല. സമൂഹത്തിന്റെ അടിത്തട്ടിൽ അക്ഷീണ സേവനം നടത്തുന്നവരാണ് ആശാവർക്കർമാർ. അവരെ അവഗണനയുടെയും ക്രൂരതയുടെയും പെരുമഴയത്തും വെയിലത്തും നിർത്തരുത്. അത്തരം മനുഷ്യരെ അവഗണിച്ചവരെ വിസ്മൃതിയിലാക്കിയ ചരിത്രമാണ് ജനങ്ങൾക്ക്. അവരെ കൊണ്ട് ആവർത്തിച്ച് ചോദിപ്പിക്കരുത് പ്രശസ്തമായ ആ കവിവാക്യം, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അധികാര സിംഹാസനങ്ങളിൽ അമർന്നിരിക്കുന്നവർ ഓർക്കണം, പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.